ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. ഒരു ധന്യമായൊരു ജീവിതം നേടിയെടുക്കാൻ, ഉത്കൃഷ്ടമായ പവിത്രമായ, നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായൊരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം നേടിയെടുക്കാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് മാത്രം സാധ്യമല്ല. അങ്ങനെ അതുകൊണ്ട് മാത്രം സാധിക്കുമായിരുന്നെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളുടെയൊക്കെ ജീവിതം ഉത്കൃഷ്ടമാവേണ്ടതാണ്. നമ്മളിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആളുകൾ വിദ്യാഭ്യാസം കൂടുന്തോറും അറിവും കഴിവും കൂടുന്തോറും സാംസ്കാരികമായി ഉയരുന്നതിന് പകരം സാംസ്കാരികമായി താഴെയാണ്. അപ്പം അതുകൊണ്ട് ലൗകിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ അറിവുകൊണ്ട് മാത്രം മനുഷ്യൻ്റെ മനസ്സിനെ പെർഫെക്റ്റ് ആക്കാൻ സാധ്യമല്ല. അത് പണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയിരുന്നു. അപ്പം നമ്മുടെ ഭാരതത്തിൽ ഭൗതികമായ ജ്ഞാനം അന്നുമുണ്ട്. അസ്ത്രവിദ്യകൾ, ആയുധം ഉപയോഗിക്കാനുള്ള വിദ്യകൾ, ധനുർവിദ്യ. ഇന്നത്തെ എഞ്ചിനീയറിംഗിന്റെ വേറൊരു ഫീൽഡാണ് ധനുർവിദ്യ. അന്ന് ക്ഷത്രിയന്മാർക്ക് വേണ്ടതായ ആയുർവേദ ശാസ്ത്രം അന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? നാട്യശാസ്ത്രം ഉണ്ടായിരുന്നില്ലേ? സംഗീതമുണ്ടായിരുന്നില്ലേ? പല മേഖലകളിലും അന്നും ഉണ്ടായിരുന്നു. മത്സ്യം പിടിക്കുന്നവരും അതിൻ്റെ തൊഴിലാളി. അന്ന് തോണികൾ ഉണ്ടായിരുന്നില്ലേ? അന്ന് വിമാനം ഉണ്ടായിരുന്നില്ലേ? രാവണൻ വിമാനം ഉപയോഗിച്ചിരുന്നില്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്നുണ്ടായിരുന്നുവെങ്കിൽ അന്നും ഇന്നും നമ്മൾ കാണുന്ന ഭൗതികമായ വികാസങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ മഞ്ഞപ്പട്ടുടുത്തു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അന്നുമുണ്ട് മഞ്ഞപ്പട്ടുകളൊക്കെ. അത് നമ്മുടെ മാത്രം ഒരു ഗവേഷണവും കണ്ടുപിടുത്തൊന്നുമല്ല. പോട്ടെ, ഏതായാലും അത് ആധുനിക ലോകത്തിന് വെച്ചേക്കാം നമുക്ക്. പക്ഷേ അന്നുള്ളവർക്ക് മനസ്സിലായിരുന്നു കേവലം ഭൗതികമായൊരു അറിവുകൊണ്ട് മാത്രം മനുഷ്യ മനസ്സിനെ ഉയർത്താൻ സാധ്യമല്ല. അതിന് ആധ്യാത്മികമായൊരു അറിവും കൂടെ വേണം. അപ്പം എന്താണ് ഈ ആധ്യാത്മികമായൊരു അറിവ്? വളരെ ലളിതമായി ഭാഗവതം പറയുന്നു, നാം നമ്മുടെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കണം. ഉറവിടത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാവണം. എന്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച്? ശരീരത്തിൻ്റെ ഉറവിടത്തെയാണോ ഉദ്ദേശിക്കുന്നത്? അതും മനസ്സിലാക്കിക്കോളൂ. ശരീരത്തിൻ്റെ ഉറവിടം മരിച്ചു കഴിഞ്ഞാൽ ശരീരം എങ്ങോട്ടാണോ പോകുന്നത് അത് തന്നെ ശരീരത്തിൻ്റെ ഉറവിടം. തീർച്ചയായിട്ടും ശരീരം പോകുന്നത് പഞ്ചഭൂതങ്ങളിലേക്കാണ്, പ്രകൃതിയിലേക്കാണ്. തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ഉറവിടം പ്രകൃതി തന്നെ. മനസ്സിലാക്കാൻ വിഷമമില്ല. അപ്പം പിന്നെ ഏതിൻ്റെ ഉറവിടമാണ് ഇനി അന്വേഷിക്കേണ്ടത്? അപ്പം ചോദ്യം അവിടെ നിന്നു, ഏതിൻ്റെ ഉറവിടം? അപ്പം നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു വസ്തുത ഉണ്ട്. നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ആരാണ്?
ശരീരം നമ്മളെ വ്യത്യസ്തരാക്കുന്നുണ്ട് ഇല്ലേ? എന്നാലും ചില ശരീരങ്ങളൊക്കെ ടിൻസുകളൊക്കെ ആയിട്ട് ജനിക്കുന്നവരെ നമ്മുടെ ശരീരത്തെ വേർതിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ശരീരത്തിന്റെ നിറത്തിലും ശരീരത്തിന്റെ രൂപത്തിലും വ്യത്യാസമില്ലെങ്കിലും എവിടെ വ്യത്യാസം ഉണ്ടാവണം? അവരുടെ സ്വഭാവത്തിലും അവരുടെ അറിവിലും അവരുടെ കഴിവിലും വ്യത്യാസം ഉണ്ടാവണം. സ്ഥൂലതയിൽ വ്യത്യാസമില്ലെങ്കിലും സൂക്ഷ്മതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം ഇല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കൂ, പട്ടികൾ ഒരേപോലെയുള്ള പട്ടികളാണെങ്കിലും ഒരേ സ്വഭാവമായിരിക്കുമോ? ഒരേ നിറമുള്ള പശുക്കളാണെങ്കിലും ഒരേ സ്വഭാവമായിരിക്കുമോ? ഒരേ നിറത്തുള്ള പക്ഷികളാണെങ്കിലും ഒരേ സ്വഭാവമായിരിക്കുമോ? ആയിരിക്കുമോ? ആയിരിക്കില്ല. അപ്പൊ സ്വഭാവത്തിൽ എവിടെയോ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചോദ്യമുണ്ട്, ഈ സ്വഭാവം എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? അപ്പൊ പിന്നെ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും മറ്റും നടത്തി നമ്മുടെ ഋഷീശ്വരന്മാര് അത് കണ്ടെത്തി. അവർക്ക് മനസ്സിലായി ഇത് അച്ഛനമ്മമാരിൽ നിന്നല്ല വന്നത്. ഏത് സ്വഭാവം? അതെന്തുകൊണ്ട് അച്ഛനമ്മമാരിൽ നിന്നല്ല എന്ന് മനസ്സിലായത്? അച്ഛനമ്മമാരിൽ നിന്നായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും സ്വഭാവവും അറിവും കഴിവും എല്ലാവർക്കും ഒരുപോലെയായിരിക്കണം. അപ്പൊ വീണ്ടും ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു? ഇതിനെ ആരുണ്ടാക്കി? ഇതിനെ ആര് സൃഷ്ടിച്ചു? അവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ ഉത്തരം പറയുന്നത്, അതിനെ നിലനിർത്തുന്ന ശക്തി തന്നെയാണ് അതിന്റെ ഉറവിടം. അപ്പൊ ആരാ അതിനെ നിലനിർത്തുന്നത്? ശരീരമാണോ? അല്ല. കാരണം ശരീരമില്ലാത്തപ്പോഴും ശരീരബോധമില്ലാത്തപ്പോഴും മനസ്സിന് സ്വപ്നാടനം കാണാം. ശരീരബോധം വേണോ? വേണ്ട. അപ്പൊ ശരീരബോധമില്ലാതെയും സ്വപ്നാടനം കാണാൻ സാധിക്കുമെങ്കിൽ അപ്പൊ ആരാ മനസ്സിനെ നിലനിർത്തിയത്? ശ്വാസമാണോ? അല്ല. പിന്നെ ആരാണത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം തന്നെയാണെന്ന് അവർക്ക് വളരെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു. അപ്പൊ അവർ ഉറക്ക വിളിച്ചു പറഞ്ഞു, ഈ മനസ്സിന്റെ ഉറവിടം എന്ന് പറയുന്ന ആ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലരുടെയും മനസ്സിന്റെ ഉറവിടം. സ്വഭാവത്തിലെ വ്യത്യാസമുള്ളൂ, നമ്മുടെ ഓരോരുത്തരുടെയും ഉറവിടത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ആ ഉറവിടത്തെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, തത്വമസി. ത്വം എന്ന് പറയുന്ന സ്വഭാവം തത്, ആ തത്വത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മനസ്സുകളും നിലനിൽക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിലാണ് എന്ന് നല്ല ബോധ്യമായവർക്ക്. അപ്പൊ നമ്മളോട് പറയണ, നിങ്ങൾ ഇത് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കണേ. എന്താ ഉറപ്പിക്കേണ്ടത്? ശരീരത്തിനൊരു ഉറവിടമുള്ളതുപോലെ മനസ്സിനും ഒരു ഉറവിടമുണ്ട്. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് എന്താ കാര്യം? മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരം അതിന്റെ ഉറവിടത്തിലേക്ക് പോകുന്നത് പോലെ മനസ്സും അതിന്റെ ഉറവിടത്തിലേക്ക് പോകണം. പോയിട്ടില്ലെങ്കിലോ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പോകുന്നതുവരെ അതിന് വീണ്ടും 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 പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. നിവൃത്തിയൊന്നുമില്ല. നിങ്ങൾ വീട്ടിലെത്തുന്നത് വരെ നടക്കണം, അല്ലെങ്കിൽ യാത്ര ചെയ്യണം. ഒരു പുഴ കടലിലെത്തുന്നത് വരെ ഒഴുകണം. ഒരു കല്ല് ആകാശത്തിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് ഭൂമിയിലെത്തുന്നത് വരെ അതിനൊരു ചലനമുണ്ട്. ഇതുപോലെ മനസ്സ് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരുന്നത് വരെ അതിനൊരു ചലനമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ആ ഉറവിടത്തിലേക്ക് എത്തിക്കണം. അപ്പൊ ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉറവിടത്തെക്കുറിച്ചുള്ള ഒരു അറിവ്. ഞാൻ വന്നിരിക്കുന്നതും ഞാൻ നിലനിൽക്കുന്നതും എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ സർവസ്വം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ഋഷീശ്വരന്മാര് വളരെ വ്യക്തമായിട്ടാണ് ഭഗവാനെ നിർവചിച്ചിരിക്കുന്നത്. ഏതൊരു ശക്തിയുടെ സാന്നിധ്യത്തിൽ നിന്നാണോ മനസ്സുണരുന്നത്, മനസ്സുണർന്ന് പ്രവർത്തിക്കുന്നത്, മനസ്സ് തിരിച്ചു പോവേണ്ടത്, ആ ശക്തിയെ തന്നെയാണ് ഈശ്വരൻ. യാതൊരു സംശയമില്ല അവർക്ക്. ഈശ്വരൻ എന്നുള്ള പദത്തിനുണ്ടല്ലോ ഭഗവാൻ എപ്പോഴും നിർവചനം വെക്കുക, അഹം 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 എന്നാണ്. ഗീതയിലും നിങ്ങൾക്ക് കാണാം, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, സർവസ്യ അഹം സന്നിവിഷ്ട, എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ സന്നിവിഷ്ട. ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഞാൻ എന്ന് പറയുന്നത് മനസ്സിനെയാണ്. പക്ഷെ ഭഗവാൻ ഞാൻ എന്ന് പറയുന്നത്, ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗീതയിൽ വീണ്ടും, അഹം ആത്മാ ഗുഡാകേശ. മനസ്സിലാവുമല്ലോ? ഞാൻ എല്ലാവരുടെ ഉള്ളിലും
മനസ്സല്ല ഞാൻ എല്ലാവരുടെ ഉള്ളിലും ആത്മാവാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അഹം ആത്മാ ഗുഡാകേശ. അപ്പൊ നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഏതർത്ഥെടുക്കണം? എന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്, ആത്മാവാണ് ഭഗവാൻ എന്ന്. അതെന്തിനാ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ നമുക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രൂപങ്ങളാണ്. രൂപങ്ങളെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. ഭാഗവതത്തിൽ, ചതുശ്ലോകി ഭാഗവതത്തിൽ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ശ്ലോകം. ഉണ്ടോ? ഇനി വേറൊന്ന് പറയണമുണ്ട്. എന്ത്? കേവലം എന്നെ രൂപത്തോടുകൂടി കാണുന്നവരൊക്കെ മൂഢന്മാരാണെന്ന് പറയുന്നുണ്ട്. അത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? രാമായണത്തിൽ ഒരു ശ്ലോകമുണ്ട്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി. ശ്രീരാമനെ കുറിച്ച് വർണ്ണിക്കുകയാണ് പരമശിവൻ. എറണാകുളത്തപ്പൻ പറഞ്ഞു കൊടുക്കുക പാർവതി ദേവിക്ക് ആരാണ് ശ്രീരാമൻ. എന്നിട്ട് പറയുന്നു ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി. ഇങ്ങനെയുള്ള ശ്രീരാമൻ ആദി അനന്തൻ, ആദിയും അന്തവുമില്ലാത്തവൻ, എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു ശ്രീരാമനെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസംവൃതമാകമൂലം. ശ്രീരാമനെ കേവലം ഒരു മനുഷ്യനെന്ന് കൽപ്പിക്കുന്നവരൊക്കെ വിവേകികൾ എന്നല്ല പറഞ്ഞത്, അജ്ഞാനികൾ എന്നാണ്. വീണ്ടും ഗീതയിൽ പറയും, ഭഗവാൻ തന്നെ പറയും, ഞാൻ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന മഹേശ്വരനാണ്. എന്നെ ആളുകൾ മാനുഷ്യം തനും ആശ്രിതം, കേവലം ഒരു മനുഷ്യരൂപത്തെ എടുത്തവനായി മാത്രം കാണുന്നു എങ്കിൽ അവൻ മൂഢനാണ് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയും, അർജുനനോട് പറയും, അർജുന ഞാനുണ്ടല്ലോ അവജാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദ മമ ഭൂത മഹേശ്വരം. സർവഭൂതങ്ങളിലും മഹേശ്വരനായിരിക്കുന്ന എന്നെ ആളുകൾ ഒരു മാനുഷ്യം തനും ആശ്രിതം എങ്ങനെ കാണുന്നു? മനുഷ്യരൂപത്തിൽ കാണുന്നു. അവരെ ഭഗവാൻ വിളിക്കുന്നത് വിവേകികൾ എന്നല്ല, അവരെ വിളിക്കുന്നത് മൂഢന്മാരെന്ന്. അപ്പൊ ഒരു ചോദ്യം, പിന്നെ എന്തിനാ ഈ രൂപങ്ങൾ വെച്ചത്? ശരിയല്ലേ? രൂപമല്ലാത്തവനാണ് ഭഗവാൻ എന്നുണ്ടെങ്കിൽ വൈ ഷുഡ് യു കെപ് ദാറ്റ്? നമ്മുടെ ഋഷീശ്വരന്മാർ എന്തിനു ചെയ്തു? അപ്പൊ അവർക്ക് ഉത്തരം പറയാനുണ്ട്. എന്താണത്? രൂപമില്ലാത്ത തത്വത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ ഒരു രൂപത്തെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഉയർത്താനുള്ള ഒരു പടി മാത്രമാണത്. അതിലപ്പുറം അതിന് സ്ഥാനം കൊടുക്കരുതാണ്. നമ്മൾ കൂടുതൽ അതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല. അത് നമ്മുടെ പ്രോഗ്രസിനെ തടഞ്ഞു വെക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ക്ഷേത്ര സംസ്കാരത്തിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. വിവേകാനന്ദ സ്വാമികളുണ്ടല്ലോ, അമേരിക്കയിൽ പോയിട്ട് പ്രഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വ്യക്തമായൊരു കാര്യം ഇതാണ്: ടു ടേക്ക് ബർത്ത് ഇൻ ദ ചർച്ച് ഇസ് ഗുഡ് ബട്ട് നെവർ ഡൈ ദെയർ എന്നാണ്. പള്ളിയിൽ ജനിക്കാം, പക്ഷെ പള്ളിയിൽ ഒരിക്കലും മരിക്കരുത്. അതെന്താ പള്ളിയിൽ ജനിക്കാൻ മരിക്കരുതെന്നൊക്കെ പറഞ്ഞത്? എന്താ പള്ളിയിൽ എന്താ പ്രസവാടാണോ? സാധാരണ പ്രസവിക്കാനല്ലല്ലോ ആളുകൾ പള്ളിയിൽ പോവാറ്, ബോഡി കൊണ്ട് വയ്ക്കാനല്ലേ. വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ പറയാൻ കാരണം അവിടെ പൊതുവെ പള്ളികളാണല്ലോ കൂടുതൽ. അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആയിരുന്നു അദ്ദേഹം പറഞ്ഞെങ്കിൽ എന്തായിരിക്കും പറയാ? അമ്പലത്തിൽ ജനിക്കാം, അമ്പലത്തിൽ ഒരിക്കലും മരിക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു തുടക്കം അമ്പലത്തിൽ നിന്നാവാം, പക്ഷെ അവസാനവും എവിടെ കൊണ്ടെത്തിക്കരുത്? അമ്പലത്തിൽ കൊണ്ടെത്തിക്കരുതെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെ എടുക്കണം, അമ്പലങ്ങളെ വിടേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ അല്ലേ. രൂപങ്ങളെ സ്വീകരിക്കണം, രൂപങ്ങളെ നമ്മൾ വിടേണ്ടതുണ്ട്. അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് എല്ലാ രൂപത്തിനും അതീതനായ, എല്ലാ അരൂപനും സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഒരു പരമസത്യത്തിലേക്കാണ്. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉറവിടം എന്ന് പറയുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്, അപ്പം നിങ്ങൾക്കത് ഒന്നുകൂടി മനസ്സിലാവും. നമ്മുടെ മനസ്സിനുണ്ടല്ലോ എപ്പോഴും രൂപങ്ങളെ ഗ്രഹിച്ചുകൊണ്ടേ നമുക്കറിയുള്ളൂ. രൂപമില്ലാത്തതിനെ ഗ്രഹിക്കാൻ ആർക്ക് സാധ്യമല്ല? മനസ്സിന് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് അറിവുകളുണ്ട്. രണ്ടറിവുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഉണർന്നിരിക്കുന്ന സമയത്തുള്ള പല രൂപങ്ങളിലും വ്യാപരിച്ചുകൊണ്ടുള്ള അറിവ്. ഇതിനെ വേദാന്ത ഭാഷയിൽ പറയും ജാഗ്രത. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന സമയത്തുള്ളത്, ഉണർന്നുകൊണ്ടുള്ള അറിവ്. ഇന്ദ്രിയങ്ങളാൽ കിട്ടുന്ന അറിവ്, ഇന്ദ്രിയത്തിലൂടെ കിട്ടുന്ന അറിവ്. ഇതിന് വേണമെങ്കിൽ ഇന്ദ്രിയ ജ്ഞാനം എന്ന് പറയാം. ഇനി രണ്ടാമതൊരു അറിവുണ്ട്. അതേതാണെന്നറിയോ? ഇന്ദ്രിയങ്ങൾ അടച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്
വീണ്ടും രൂപങ്ങളെ നമ്മൾ കാണും. അപ്പോ അങ്ങനെ സ്വാമിയെ ഉറങ്ങിയിട്ട് രൂപങ്ങളെ കാണുന്നത്? സ്വപ്നം കാണാറില്ലേ? അതേ കാണാറുള്ളൂ, ഇല്ലേ? സ്വപ്നങ്ങളിലൊക്കെ രൂപങ്ങളല്ലേ? പകല് കണ്ട ആളുകളൊക്കെ സ്വപ്നത്തിൽ വരുമ്പോൾ രൂപമില്ലാത്തവരായിട്ട് വരുമോ? ഇവരെവിടെ രൂപമില്ലാത്തതായിട്ട് വരുന്നത്? ഇന്നേ വരെ തോന്നിയിട്ടില്ല. സ്വപ്നത്തിൽ കാണുന്ന ആളുകൾക്കും എന്തുണ്ട്? രൂപങ്ങളുണ്ട്. അപ്പൊ ഒന്ന് ഇന്ദ്രിയങ്ങളിലൂടെയാണ്, ഒന്ന് സ്വപ്നത്തിലൂടെയാണ്. ഈ രണ്ട് ലോകവും നമുക്കറിയാം, ഈ രണ്ട് അറിവും നമുക്കുണ്ട്. എന്നാൽ ഉറക്കത്തിലേക്ക് വരുമ്പോഴോ, അപ്പൊ നമ്മൾ പറയാം സുഖമായിട്ട് കിടന്നുറങ്ങി, പക്ഷെ എനിക്കൊന്നും അറിയില്ല. എന്തുകൊണ്ടറിയില്ല? എന്തുകൊണ്ടറിയില്ല? അവിടെ ഗ്രഹിക്കാൻ പ്രത്യേകിച്ചൊരു രൂപവുമില്ല. ഏതെങ്കിലും രൂപം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും നമുക്ക് പറയാമായിരുന്നു എനിക്കങ്ങനെ നല്ല ഉറക്കം കിട്ടി, പക്ഷെ നല്ലോണം ബോധ്യം ചെയ്യുന്നു. എങ്ങനെ? ഇങ്ങനെ ഉറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന്. അങ്ങനെ അയാൾ ഉറങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ